പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അർജുൻ എന്ന കുട്ടിക്കുണ്ടായ ദാരുണ സംഭവമാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. ഇവിടെ ഞാൻ അവിടുത്തെ ആ സ്കൂളുകളിലെ കുട്ടികളുടെ കുറച്ച് പ്രതികരണങ്ങൾ കേട്ടിരുന്നേ. അവർ മീഡിയക്കാരോട് സംസാരിക്കുന്ന രീതി ഞാൻ കണ്ടിരുന്നു. കുട്ടികൾ 14 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഇത്രയും ധാർഷ്ട്യത്തോടെയാണ് സംസാരിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു രീതി ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുകയായിരുന്നേ. അതുപോലെ തന്നെ നമ്മുടെ മീഡിയക്കാർ ചെന്ന് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഓരോ ക്വസ്റ്റ്യൻസ് കുട്ടികളിലേക്ക് എടുത്തിടുന്ന ഏത് രീതിയിലാണെന്നറിയാവോ? ഇപ്പോൾ സ്കൂളിലെ കാര്യമായിട്ട് പറയുക, ഇപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനെ മൊത്തം കുറ്റപ്പെടുത്തി ഒരു രീതിയിലാണ് ഇവരുടെ ക്വസ്റ്റ്യൻ ചോദ്യം അങ്ങോട്ടെ. ഇപ്പോൾ കുട്ടികളുടെ പ്രതികരണം എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ എന്ന് പറയുമ്പോൾ അവിടെ മൊത്തം കുറ്റം ചെയ്യുന്നത് ടീച്ചറാണെന്നാണ് ആ കുട്ടികൾ പറയുന്നത്. ഈ കുട്ടിയുടെ കേസിൽ കുട്ടികൾ പറയുന്നത് ടീച്ചർ എപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഇവനെ ഭയങ്കരമായിട്ട് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു, പ്രിൻസിപ്പളും ഭയങ്കരമായിട്ട് കുട്ടിയെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഈ അർജുൻ എന്ന് പറഞ്ഞ ഈ കുട്ടി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ടീച്ചർ വഴക്ക് പറഞ്ഞെന്നാണ് പറയുന്നത്. ഈ കുട്ടിയുടെ സ്വഭാവം ഏത് തരത്തിലുള്ളതായിരിക്കണം, അല്ലെ ഈ കുട്ടിയുടെ പേരൻ്റ് ഏത് തരത്തിലുള്ളതായിരിക്കണം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എല്ലാവരുടെ കൂടി സ്കൂളിലെ ടീച്ചേഴ്സിനെയും അവിടുത്തെ പ്രിൻസിപ്പളിനെയുമാണ് കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ടീച്ചേഴ്സും പ്രിൻസിപ്പാളും ഒരിക്കലും തൻ്റെ സ്കൂളിലെ കുട്ടി അഴുക്കാകാനോ, ആ കുട്ടി മോശമായിട്ട് പ്രവർത്തിക്കാനോ, ആ കുട്ടി നാളെ ഒരു തെറ്റിലേക്ക് പോകാനോ അവർ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. തൻ്റെ സ്കൂളിലെ കുട്ടികൾ, താൻ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലെ കുട്ടികൾ എപ്പോഴും വളരെ നന്നായി അച്ചടക്കത്തോടെ നല്ല ജോലിയൊക്കെ കിട്ടി നല്ല സ്വഭാവത്തോടെ അവൻ ജീവിക്കണം എന്ന് മാത്രമാണ് തീർച്ചയായിട്ടും ഓരോ ടീച്ചേഴ്സും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ കുട്ടികളും മൊബൈലിന് അഡിക്റ്റാണ്. അവരുടെ വീട്ടിൽ ചെന്നാലോ പേരൻസ് പറഞ്ഞ് അവരനുസരിക്കത്തില്ല. അവരിപ്പം ജീവിക്കുന്നത് എല്ലാ സൗഭാഗ്യങ്ങളിലൂടെയാണ്. കാരണം അവർക്ക് പൈസയ്ക്ക് പൈസയുണ്ട്, വണ്ടിക്ക് വണ്ടിയുണ്ട്, മൊബൈലിന് മൊബൈലുണ്ട്, ഡ്രസ്സിന് ഡ്രസ്സുണ്ട്, ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്. അങ്ങനെ ഒരു ആഡംബര ലോകത്തിലാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പേരൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യമല്ല, ഞാൻ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പേരൻസും ഹസ്ബൻഡും വൈഫും അവരുടെ പിതാവും മാതാവും എല്ലാം ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനോ കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കാനോ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാനോ ആരും തയ്യാറല്ല. അപ്പനും അമ്മയും ജോലി വേണം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, ഈ ജോലി ഇല്ലാതെ ഇപ്പോഴത്തെ രണ്ടുപേരുടെ ജോലിക്ക് പോകാതെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒന്ന് ജീവിക്കാനും പിള്ളേർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാനും പറ്റുന്നില്ല. അത്രയും ചിലവാണ് നമ്മുടെ സ്കൂളിലെ നമ്മുടെ ജീവിത രീതി എന്ന് പറയുമ്പോൾ. അതൊരു വശത്ത് നിൽക്കട്ടെ. പക്ഷെ രണ്ടാമത്തെ ഒരു തലം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ പേരൻസിനെ സ്കൂളിലേക്ക് വിളിപ്പിക്കണം. അവിടുത്തെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഒരു നല്ല രീതിയിൽ ഒരു ചർച്ച ചെയ്യണം. അതിലൂടെ ആ കുട്ടിക്ക് കുറച്ച് ആശ്വാസം കൊടുക്കണം. അവൻ എന്ത് തെറ്റ് ചെയ്താലും, കാരണം അവൻ അത്രയും പ്രായത്തിലുള്ള പക്വതയേ ഉള്ളൂ. എല്ലാവരും പറയും ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ബോൾഡാണ്, അവർക്ക് എല്ലാ കാര്യവും അറിയാം. വെറുതെ ഒന്നും അറിയത്തില്ല. അറിയാം, കുറേ ടെക്നോളജി അറിയാം, കുറേ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ ഉപയോഗിക്കാൻ അറിയാം. ഒരു കുന്തവും അറിയത്തില്ല. എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാണല്ലോ അവിടെ പതറിപ്പോവുകയാണ്. അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറല്ല. വീട്ടിൽ വന്നിട്ട് എന്താ ചെയ്യുന്നത്? കുട്ടികളുടെ പണി എന്നറിയാവോ? പേരൻസിനെ പേടിപ്പിക്കുന്നു. പിന്നെ പേരൻസിനെ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തുകളെ എന്ന് പറഞ്ഞിട്ട് റൂമിൽ കഥ കടച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഈ സ്വഭാവം അവർ സ്കൂളിൽ കാണിക്കത്തില്ല. കാരണം സ്കൂളിൽ അവർക്ക് പ്രിൻസിപ്പളിനെയും ടീച്ചേഴ്സിനെയും പേടിയാണ്. ഒരു കുട്ടിക്ക് എത്ര സ്വഭാവം ഉണ്ടെന്നറിയാം? 2 സ്വഭാവമുണ്ട്. ഒന്ന് വീട്ടിലൊരു സ്വഭാവം, സ്കൂളിൽ വേറൊരു സ്വഭാവം. അപ്പം വീട്ടിൽ എങ്ങനെയാണ് കൊച്ചു ബിഹേവ് ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കുക. ആ ബിഹേവ്, അവൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം? അവന് ദേഷ്യമുള്ളവനാണോ? അവൻ ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പേർഡാണോ? വയലൻസ് കാണിക്കുന്നുണ്ടോ? വീട്ടിൽ മാതാപിതാക്കൾ പറഞ്ഞ് അനുസരിക്കുന്നവനാണോ? ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് പഠനത്തെക്കാളൊക്കെ ഉപരി അവർക്ക് നല്ല രീതിയിൽ മാനസിക പരിശീലനവും ക്ഷമയും സഹനശക്തിയും, എങ്ങനെ മറ്റുള്ളവർ ബിഹേവ് ചെയ്യാം, ഇത് നമ്മൾ കൊച്ചു കാലം തൊട്ടേ കുട്ടികളെ പഠിപ്പിക്കുക. സ്കൂളുകളിൽ യോഗ പഠിപ്പിക്കുക. കുട്ടികൾക്ക് കൂടുതലും ഒരുപാട് പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ച് കൂട്ടുന്നതിലൊക്കെ ഉപരി കുട്ടികൾക്ക് നല്ല സ്വഭാവ രൂപവൽക്കരണം കൊടുക്കുക. ടീച്ചേഴ്സിന് പോലും കുട്ടികളെ വഴക്ക് പറയാൻ ഇപ്പോൾ ഭയമാണ്. 1-2 പറഞ്ഞ ഉടനെ ടീച്ചേഴ്സിനെ അവർ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ടീച്ചർമാർ മാക്സിമം അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എല്ലാവർക്കും നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ ടീച്ചേഴ്സും പണ്ടൊക്കെ കുട്ടികളെ ടീച്ചർമാർ അടിക്കുമായിരുന്നു. ഏതെങ്കിലും കുട്ടിക്ക് കംപ്ലയിൻസോ പേരൻസിനോ കംപ്ലയിൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അടിക്കാൻ ഭയമാണ്, നിയമമെല്ലാം പോയി.
കുട്ടികളുടെ എന്താ പറയുക, കുട്ടികളുടെ രീതി ടോട്ടലി മാറിപ്പോയി. വീട്ടിൽ വന്നു കഴിഞ്ഞാലോ പേരൻസിന് പോലും കുട്ടികളെ പേടിയാണ്. അങ്ങനത്തെ കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കുക. ഓരോ പ്രായത്തിലും അവന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തന്നെ കുട്ടിക്ക് ഒരു മാനസിക സന്തോഷം കിട്ടും. അതിലൊക്കെ ഉപരി 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് യാതൊരു കാരണവശാലും മൊബൈൽ കൊടുക്കാതിരിക്കുക. അതിന് ലൈസൻസോ കാര്യങ്ങളോ വേണം. മൊബൈൽ ഇത്ര വയസ്സ് കഴിഞ്ഞ് ഉപയോഗിക്കാവൂ. കാരണം ഇതിനകത്ത് നോക്കി കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ദുശീലങ്ങൾ കുട്ടികൾ കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളുകളിലും എല്ലാം ഇപ്പം എല്ലാ ഇൻഫർമേഷൻസും മൊബൈലിലേക്ക് ആയതുകൊണ്ട് ഈ മൊബൈൽ യൂസിന് ഒത്തിരി ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ആദ്യം നിർത്തുക. പിന്നെ കുട്ടികൾ 1, 2 പറഞ്ഞതിൻ്റെ പേരിൽ കുട്ടികളെ ഉടനെ തന്നെ തൻ്റെ എന്താ പറയുക, താൻ ഇനിയും ജീവിക്കുന്നില്ല എന്ന് കരുതുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എങ്ങനെ കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുക. പിന്നെ ഈ പേരൻസിനും നല്ല കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അതുകൊണ്ട് പേരൻസിനും കുട്ടികൾക്കും എല്ലാം നല്ല രീതിയിൽ നല്ല ടീച്ചേഴ്സിനും കൗൺസിലിംഗ് കൊടുക്കണം. കാരണം ഇപ്പോഴത്തെ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പല ടീച്ചേഴ്സിനും അറിയത്തില്ല. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ കുട്ടികളുടെ നല്ലതിന് മാത്രമേ അവരെ ശിക്ഷിക്കുകയും വഴക്കു പറയുകയും ചെയ്യത്തുള്ളൂ. പക്ഷേ അത് നേരെ ഓപ്പോസിറ്റായിട്ട് വിപരീതമായിട്ട് ഭവിക്കുന്നതാണ്. അവിടെ ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ ഇപ്പം നമ്മൾ കണ്ട കുറേ കുട്ടികളുണ്ട് ആ സ്കൂളിൽ. അവരുടെ ഒരു സംസാര രീതി പോലും ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അത്രമാത്രം ഒരു വല്ലാത്ത രീതിയിലാണ് കുട്ടികൾ സംസാരിക്കുന്നത്. അത്രയും ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നു. ടീച്ചേഴ്സിനെയൊക്കെ കണ്ടമാനം കുറ്റം പറയുന്നത് ഞാൻ കേട്ടു. പിന്നെ ടീച്ചേഴ്സും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളിലൂടെയും അവർക്കും ഒരുപാട് മാനസിക പ്രശ്നങ്ങളുടെ കടന്നു പോകുന്നവരുണ്ട്. ചില ടീച്ചേഴ്സ് വന്നിട്ട് അവരുടെ മാനസിക പ്രയാസവും അവർക്കുണ്ടാകുന്ന വറീസ് കുട്ടികളെ അടിച്ചേൽപ്പിക്കാറുമുണ്ട്. അങ്ങനെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കും വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ തലങ്ങളിൽ കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്ന കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കാൻ തീർച്ചയായിട്ടും മാതാപിതാക്കൾ സന്നദ്ധരായിരിക്കണം. അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. അവർ പറയുന്നത് ഫുള്ള് കേൾക്കണം. ആദ്യം നമുക്ക് പേരൻസ് ലിസണിങ് കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കണം. കുട്ടി അന്നന്ന് കുട്ടി സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ, മോനെ ഇന്ന് എന്തൊക്കെ സംഭവിച്ചു, ഇന്ന് എങ്ങനെ പെരുമാറി, കൂട്ടുകാരെങ്ങനെ ഉണ്ടായിരുന്നു, ടീച്ചർ എന്തൊക്കെ പറഞ്ഞു, അല്ലെ ഇന്നെന്തൊക്കെ, എല്ലാം പഠിക്കാനുള്ളതല്ല ചോദിക്കേണ്ടത്, മറ്റു കാര്യങ്ങളെല്ലാം കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മളും കൂടെ മനസ്സിലാക്കിയ ശേഷം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടി അത്രത്തോളം വിഷമഘട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണണം, അല്ലെ സൈക്കാട്രിസ്റ്റിനെ കാണണം, പീഡിയാട്രീഷ്യനെ കാണണം. ഇവരെല്ലാം കണ്ട ശേഷം ഇവർ നമുക്ക് നല്ല രീതിയിൽ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ബോധവൽക്കരണം കൊടുക്കുന്നു, കുട്ടിക്ക് തെറപ്പി കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടിയെ നന്നാക്കിയെടുക്കാൻ പറ്റും. ഏത് വഷളായ കുട്ടിയെയും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ നല്ലൊരു കുട്ടിയാക്കിയെടുക്കാൻ പറ്റും. സ്കൂളുകളിൽ നല്ല അവയർനെസ് പ്രോഗ്രാംസ് നടത്തുക, നല്ല കൗൺസിലിംഗ് നടത്തുക. സ്കൂളുകളിൽ ഇപ്പം നമുക്ക് വെളിയിലൊക്കെ പോയി ചെയ്യാൻ ഒരുപാട് പൈസ മുടക്കാണ്. ഇപ്പോൾ സ്കൂളുകളിൽ തന്നെ സൗജന്യമായിട്ട് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും പേരൻസിനും എല്ലാം അവിടെ നല്ല രീതിയിൽ എന്തെങ്കിലും തെറപ്പി സംവിധാനങ്ങൾ കൊണ്ടുവരിക. ഇതുവഴിയൊക്കെ കുട്ടിയുടെ സ്വഭാവത്തെ നന്നാക്കാൻ പറ്റും. എന്തെങ്കിലും അതായത് പെരുമാറുന്ന രീതിയിൽ വ്യത്യാസമുള്ള വയലൻസ് ഉള്ള കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം കൊടുക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അല്ലെ ഇനിയും നമ്മുടെ കുട്ടികൾ നാശത്തിലേക്ക് പോവുകയും ഇതുപോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം നമ്പർ 1 ആക്കാൻ നമ്മളെല്ലാവരും ട്രൈ ചെയ്യുക. ഒരു കുട്ടിയും നശിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ടീച്ചേഴ്സിനെ ഒന്നും അധികം കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് പരിമിതികളുണ്ട് കുട്ടികളെ വഴക്ക് പറയുന്ന കാര്യത്തിൽ. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സ്കൂളിലുള്ള ടീച്ചേഴ്സിനെ എല്ലാവരും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത് ശരിയായ നടപടിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ടീച്ചർമാർ ഈ കാര്യത്തിൽ അവർ നിസ്സഹായരാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് പേടിയാണ് ഇപ്പോഴത്തെ കാലത്തെ കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ദയവ് ചെയ്ത് 2 കൂട്ടരും കൂടി നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ എടുക്കാൻ തയ്യാറാകുക.